முடிச்சிடலாம். ഹലോ ആരംഭിക്കലാമാ. അപ്പോൾ ഈ പ്രിവ്യൂ കണ്ട വീഡിയോ ഓഡിയോ കട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറിയിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ അങ്ങനെ നമ്മുടെ ഫോണിൽ ഈസി ആയിട്ട് ചെയ്യുന്നതുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലൈറ്റ് മോഷൻ പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേഗ് അടിക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ആദ്യം എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ കണ്ട പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഫ്രെയിം റേഷ്യോ, ഫ്രെയിം റേറ്റ്, റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. സെറ്റ് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ്. എന്നിട്ട് ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ആ മുകളിലുള്ള 3 ഡോട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ ഫിൽ കോമ്പോസിഷൻ ഏരിയ എന്നുള്ളതുണ്ടാകും, അത് സെലക്ട് ചെയ്യുക. അത് കൊടുത്തതെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ഷേപ്പ് ഫുള്ളായിട്ട് നമ്മൾ ഫ്രെയിമിൽ ഇതിൻ്റെ കളർ ആൻഡ് ഫില്ലിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് അതിൽ കളർ മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിൽ ഗ്രേഡിയൻ കളർ കൊടുക്കുക. അതിന് വേണ്ടി തൊട്ടപ്പുറത്തെ ഓപ്ഷൻ കൊടുക്കുക. അതിലിങ്ങനെ 2 കളർ ഉണ്ടാവും, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അതിൽ നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ അവിടെ നമുക്ക് ഓറഞ്ച് കൊടുക്കാം, വൈറ്റിൻ്റെ അവിടെ യെല്ലോ കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ബാക്ക് അടിക്കുക. ഇനി ഈ ഷേപ്പ് എത്ര ലോങ്ങിലാണ് നിങ്ങൾക്ക് വേണ്ടി നോക്കാം. നമ്മുടെ വീഡിയോ അത്യാവശ്യം ഒരു 10 സെക്കൻഡ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു 10 സെക്കൻഡിൻ്റെ റേഞ്ചിൽ നിങ്ങൾ ഇതൊന്ന് നീട്ടി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ പേജിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്, മോശം ബിജി. ഓക്കെ, ഇനി അത് സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ കുറച്ച് ഫോണ്ട് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഈ ഫോണ്ട് വേണ്ട, നിങ്ങൾക്ക് അമേരിക്കൻ ക്യാപ്റ്റൻ എന്നുള്ള ഫോണ്ട് അങ്ങനെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഫോണ്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ അത് എടുത്തോളൂ. ഇതിൻ്റെ കളറൊന്ന് നമുക്ക് മാറ്റാം, വൈറ്റ് അടിക്കാം. ഇനി ഇതിൻ്റെ ഫോണ്ടും കളറും കറക്റ്റായി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ബാക്ക് അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ നമ്മൾ നോക്കേണ്ടി പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷൻ. അത് നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റ് വന്നിട്ട് അതങ്ങനെ ഫെയ്ഡ് ആയി പോയില്ല, അത് എത്ര സെക്കൻഡിനുള്ളിൽ വേണമെന്ന് നോക്കണം. എൻ്റെ ഇവിടെ 0.27 ഫ്രെയിമിലാണ് വരുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏതാ നോക്കുക. അത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര സെക്കൻഡിനുള്ളിൽ വരണം നോക്കിയാൽ മതി. ഇതിൽ ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക. അതിൽ ബാക്കിൽ നമുക്ക് ഷാഡോ വെക്കാം. അപ്പോൾ അതിന് 3ാമത്തെ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അവിടെ ഷാഡോ എനേബിൾ ചെയ്യുക. സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുക. ആൽഫ കുറച്ച് കൊടുക്കുക, 100 ആയിരിക്കും, അത് കുറച്ച് കൊടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് കാണാൻ എത്ര ഓക്കെ തോന്നുന്നു അത്രയ്ക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ ഈ ഷാഡോ ഒരു സൈഡിലേക്കായിട്ടും വരിക. അത് കാരണമൊന്നുമല്ല, ഈ 3ാമത്തെ ഓപ്ഷൻ അല്ലേ പൊസിഷൻ, അത് നിങ്ങൾ രണ്ടും 0 ആക്കി കൊടുക്കുക. അത് രണ്ടും 3 ആയിട്ടാണ് കിടക്കുക. നിങ്ങളുടെ കയ്യിൽ എത്രയാണെന്ന് അറിയില്ല, അത് 0 ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ ആഡ് എഫക്ട്സ് കൊടുക്കുക. അതിൽ സെർച്ചിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ് സെർച്ച് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കാണുന്ന എഫക്റ്റ് ആണ്, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്യുക. അതിലും കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് റേഞ്ച് എന്നുള്ളത്, അത് സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റാർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ചുമ്മാ ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഈ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിമും ലാസ്റ്റിലൊരു കീ ഫ്രെയിമും കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 100 ആക്കി കൊടുക്കുക. ഇനി എൻജി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ ഒന്നും മാറ്റാൻ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫേസ് കണ്ടിട്ടുണ്ടാവും, അതൊരു 0.5 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലുള്ള ഓപ്ഷൻ അത് സെലക്ട്, അത് ലെയർ മഞ്ഞിട്ട് കോമ്പോണൻറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കെയിൽ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ -1 ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആ എഫക്റ്റ് വർക്കാവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതും കൂടി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ആൽഫ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരു 0.100 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. ഇത് ക്യാപ് കട്ട് പോലെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച എഫക്റ്റ് ഇല്ല, ഇതിൽ നമ്മൾ തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി താഴെ കുറച്ച് സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടാവും, ഇൻ്റർപ്രിട്ടേഷൻ ഈസിങ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഈസിന് നിങ്ങളൊരു -30 ആക്കി കൊടുക്കുക. അതേപോലെ ഈസ് ഔട്ട് ഒരു +30 ആക്കി കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി എഫക്റ്റ് വന്ന് സ്റ്റോപ്പ് ആവാൻ ഒരു നമുക്കൊരു 3 ഫ്രെയിം വിട്ടിട്ട് നീട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യേണ്ട. അതിന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് കൊടുക്കുക, അതിൽ ആഡ് എഫക്ട്സ് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഫെയ്ഡ് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, അങ്ങനെ ബാക്ക് അടിച്ചാൽ മതി. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. റൈറ്റ് ആരോ മാർക്കിൻ്റെ അപ്പുറത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ വന്നിട്ടുണ്ടാവും, അത് കൊടുക്കുക. അത് എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റ് എവിടെയാണോ എൻഡ് ആവുന്നത് അവിടെ കൊണ്ട് രണ്ടാമത്തെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അത് ചെയ്യാൻ വേണ്ടി ലോങ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ടെക്സ്റ്റ് മാറ്റാം. അതിന് വേണ്ടി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇമോഷൻ ബീജം എന്ന് മാറ്റിയിട്ട് പ്രസൻസ് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ടൈപ്പ് ചെയ്യുന്ന ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ബാക്ക് അടിക്കുക. ഇനി നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് എവിടെയാണ് എൻഡ് ആവണം അതിനൊരു 2-3 ഫ്രെയിമിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ആ റെഡ് മാർക്ക് കൊണ്ട് വയ്ക്കുക. ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. ആ നമ്പറില്ലേ, നമ്മുടെ ആ ഫ്രെയിം റേറ്റിന് നമ്പറില്ലേ, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈൻ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ +മാർക്ക് കൊടുക്കുക. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്കിവിടെ ഓണം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് സെൻറ്ററിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര സൈസിലാണ് ടെക്സ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് കളറാണ് നോക്കേണ്ടത്. കളറിൽ അവിടെ പോയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു യെല്ലോ കളർ കൊടുക്കാം. എന്നിട്ട് റൈറ്റ് സൈഡ് രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലേ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ആ ഒരു സർക്കിൾ കണ്ടില്ല അത് നിങ്ങൾ കറക്റ്റ് ഒരു സൈഡ് കോർണറിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് യെല്ലോ കളർ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് വെച്ചാൽ ബോർഡർ ആൻഡ് ഷേഡോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഷേഡോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. ഞാനിവിടെ ഒരു 50 ആ റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. താഴെ ആൽഫ അതിനനുസരിച്ച് കുറച്ചും വെക്കുന്നുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഇനി എന്താ നോക്കേണ്ടി പറഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷനാണ്. ഈ ടെക്സ്റ്റിൻ്റെ അനിമേഷൻ എങ്ങനെ പറഞ്ഞു വെച്ചാൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഇങ്ങനെ ജോയിൻ ആവുന്നതാണ് നമ്മുടെ ഈ അനിമേഷൻ ഉള്ളത്. അത് എവിടെ വെച്ച് എൻഡ് ആവുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ വെച്ചാൽ എവിടെ എൻഡ് ആവുന്നുള്ളത് മനസ്സിലാവും. അവിടെ വെച്ചിട്ട് നമ്മൾ ആ റെഡ് ലൈന് കൊണ്ടുവയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് കൊടുക്കുക, ഏഡ് എഫക്ട്സ് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ഓപ്ഷനിൽ വൈപ്പ് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റിന് ആ എഫക്റ്റ് ആണ് അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെയും കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണെന്ന് കറക്റ്റായി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട, എൻഡിൽ വരിക, എൻഡ് കുറച്ച് കൊടുക്കുക. നമ്മുടെ ഈ ഓണം എന്നുള്ളതിൻ്റെ ON മാത്രം കാണുന്ന പോലെ നമ്മൾ ഈ എൻഡ് കുറച്ച് കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഇത് നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മുകളിലുള്ള ആ ഓപ്ഷൻ കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആഡ് ചെയ്ത എഫക്റ്റില്ലേ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഈ എൻഡ് എന്നുള്ളത് നമ്മൾ വീണ്ടും 100 ആക്കി കൊടുക്കുക. ആ 100 ആക്കി കൊടുത്തതിന് വെച്ചാൽ നമ്മളത് കളഞ്ഞ AM തിരിച്ച് വരും. നമുക്കിനി AM വെച്ചിട്ട് ON ആണ് കളയാനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിൽ പോയിട്ട് സ്റ്റാർട്ട് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വൈപ്പായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു 50% ആ റേഞ്ചിലായിരിക്കും ഇത് വെക്കേണ്ടത്. ഇതിനി അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഡ് ലൈൻ കൊടുത്തില്ല അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ അവിടെ ഒരു അനിമേഷൻ ഉണ്ടാവുന്നതാണ്. ഇതുപോലെ നമ്മൾ എല്ലാ ടെക്സ്റ്റും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇനി ഇതിലേക്ക് ഇത് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഗ്രാഫ് ആഡ് ചെയ്യാം. അതിൽ ഞാൻ ചെയ്യുന്ന പോലത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായി കിട്ടും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ കൊടുക്കുക. താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അവിടെ കോപ്പി കർവ് പറഞ്ഞിട്ടുണ്ട് അത് കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മുകളിലത്തെ രണ്ടാമത്തെ ടെക്സ്റ്റില്ലേ അതിലും ഇതേപോലെ ചെയ്യുക. ഒന്ന് ലാസ്റ്റിലേക്ക് കീ ഫ്രെയിം, ഫസ്റ്റിലേക്ക് കീ ഫ്രെയിം, എന്നിട്ട് അത് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഈ ഗ്രാഫ് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഗ്രാഫിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് കർവ് കണ്ടിട്ടുണ്ടാകും അത് കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഓണത്തിൻ്റെ അനിമേഷൻ റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്ത ടെക്സ്റ്റ് 2025 എന്നുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ വെച്ചിട്ട് വേണ്ടി നോക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് പറഞ്ഞിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് 2025 പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നിങ്ങളത് സെൻറ്ററിലാക്കുക ടെക്സ്റ്റ്. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഈ ഓണത്തിൻ്റെ ഫോണ്ടിന് മതി. എന്നിട്ട് ഇതിന് മാക്സിമം നിങ്ങളുടെ ആ ഒരു റേഞ്ചിൽ വലുതാക്കി കൊടുക്കുക. ആ ഓണത്തിൻ്റെ ആ റേഞ്ചിൽ തന്നെ ആ ഒരു സൈസ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതിൽ കൊടുക്കുന്ന കളറും നമ്മൾ ഓണത്തിന് കൊടുത്ത് അതേ കളർ കൊടുക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ബാക്ക് അടിച്ച ശേഷം ഇതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റാക്കുക. ഇത് ഫുള്ളായി താഴ്ത്തി കൊടുക്കേണ്ട കുറച്ച് ഭാഗം ഈ ഓണത്തിൻ്റെ അവിടെ തട്ടി നിൽക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് ബോർഡർ ആൻഡ് ഷേഡോയിൽ കൊടുത്തിട്ട് ഷേഡോ എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഷേഡോൻ്റെ സൈസ് ആൽപ്പിയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ കൊടുത്ത ഒരു സൈസ് ഒരു 50ൻ്റെ റേഞ്ചിലും പിന്നെ ആൽഫ പിന്നെ ഒരു 60ൻ്റെ റേഞ്ചിലും ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്ക് അടിക്കുക. ഇനി എന്താ ചെയ്യേണ്ടി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ 2025 ഒരു അനിമേഷൻ കൊടുക്കണം. ഈ ഓണത്തിൻ്റെ ബാക്കിൽ നിന്ന് വൈപ്പായിട്ട് വരുന്ന പോലെ നമ്മൾ ആ അനിമേഷൻ നോക്കിയിരിക്കുന്നത്. സോ അതിനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ 2025 പറഞ്ഞ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് അനിമേഷൻ എൻഡിങ്ങിലും സ്റ്റാർട്ടിലും ഓരോ കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് ഈ 2025 ഓണത്തിൻ്റെ ഒപ്പം കൊണ്ട് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അനിമേഷൻ നമുക്ക് കിട്ടും. ഇനി ഇത് ബാക്കിൽ നിന്ന് വരുന്ന പോലെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൊരു എഫക്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി എഫക്ട്സ് സെലക്ട് ചെയ്യുക. അതിൽ ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിൽ വൈപ്പ് വന്നിട്ട് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ എഫക്റ്റ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നിങ്ങൾ താഴെ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ആംഗിൾ വേണ്ടിയിട്ടുണ്ടാകും. അത് നിങ്ങൾ 90 ഡിഗ്രി ആയി കൊടുക്കുക. ഈ 90 ഡിഗ്രി എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്കല്ലേ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അനിമേഷൻ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ ഒരു കീ ഫ്രെയിമും സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിമും കൊണ്ട് വയ്ക്കുക. ഇത് വെച്ച ശേഷം ഈ സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിം ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. സ്റ്റാർട്ടിൻ്റെ അതൊരു 100 ആക്കി കൊടുക്കുക. അതിന് മുന്നേ തന്നെ ഇത് വൈപ്പായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്താം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത് മുകളിൽ നിന്ന് താഴേക്ക് കറക്റ്റായിട്ട് ഒന്ന് വൈപ്പായിട്ട് വരുന്നത് കാണും. ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിലെ ഫെദറിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടി കൊടുക്കണം. അതിൻ്റെ വാല്യൂ ഒരു 5, 6 ആ ഒരു റേഞ്ചിൽ വെക്കുക. അത് വെച്ച ശേഷം ബാക്ക് അടിക്കുക. ഇനി എന്താ ചെയ്യേണ്ടി പറഞ്ഞു വെച്ചാൽ ഈ 2025 ഓണത്തിൻ്റെ ബാക്കിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ഈ 2025ൻ്റെ ലെയർ ഓണത്തിൻ്റെ ലെയറിൻ്റെ താഴെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക.
ഇപ്പോൾ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് 2 ലെയർ ഉണ്ടല്ലോ, അത് ഗ്രൂപ്പ് ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ 2 ലെയർ സെലക്ട് ചെയ്യുക, ലോങ് പ്രസ് എടുത്ത് തന്നെ സെലക്ട് ആവും. എന്നിട്ട് നിങ്ങൾ മുകളിൽ നോക്കിയാൽ 2 ലെയേഴ്സ് സെലക്റ്റഡ് പറഞ്ഞിട്ടില്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തതിന് വെച്ചാൽ ഇത് ഗ്രൂപ്പായി കിട്ടുന്നതാണ്. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ 2025 വരുമ്പോൾ ഓണം ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് അനിമേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എവിടെയാണ് 2 കീ ഫ്രെയിം മറ്റേ 2025 കൊടുത്തത്, അതേ റെഡ് ലൈനിൻ്റെ അവിടെ ഓണത്തിൻ്റെ അവിടെയും 2 കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കീ ഫ്രെയിമിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഓണം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നിൽക്കുക. നമ്മുടെ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഒരുവിധം മെനക്കി സാധനങ്ങളായിട്ടുണ്ട്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഈ 2025 ഓണം എന്നില്ലേ, അത് നമുക്ക് ഈ ലെയറിൻ്റെ ലാസ്റ്റ് വരെ കൊണ്ടുപോയി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാവേലി മൂവ് ആയിട്ട് വരുന്ന സമയത്ത് ഈ 2025 ഓണവും അവിടെ കാണുന്നതാണ്. ഈ ഓണം 2025 എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് നമ്മുടെ മാവേലിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി പറഞ്ഞു വെച്ചാൽ ഒരു മാവേലിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക ഗാലറിയിൽ. അതിപ്പോൾ വേറെ ആപ്പിലേ പറ്റുള്ളൂ, കാരണം ഇതിൽ നേരെ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ കൊടുത്താൽ നിങ്ങളുടെ ആ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ മാവേലിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റാക്കി വെക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ച് താഴേക്ക് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ അതാണ് മെയിൻ പോയിന്റ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടാൽ അറിയും XYZ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഓൾറെഡി Xും Yക്കും സെലക്റ്റഡ് ആയിട്ടുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് Z സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ സെഡിൻ്റെ യൂസ് എന്താ പറഞ്ഞു വെച്ചാൽ ഒരു ചുമരിൻ്റെ അറ്റത്ത് ഒരാൾ നിൽക്കുന്ന പോലെ നമ്മുടെ നോർമൽ ഫ്രെയിം അതിൽ നമ്മൾ ഈ ആളിനെ ടച്ച് ചെയ്തിട്ട് ഈ സെഡ് വെച്ചിട്ട് നമ്മൾ കുറച്ച് സൂം ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ ആളിങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ സെഡിൻ്റെ യൂസ് ചെയ്ത്. ഇത് നമ്മൾ ചുമ്മാ സൂം ചെയ്തിട്ട് ആളിനെ വലുതാക്കാൻ മാത്രമല്ല, കുറച്ച് നമ്മൾ ഗ്യാപ്പ് വിട്ട് കൊടുക്കുകയാണ്. ഇത് ഇത്തിരി വലിയ കഥയാണ്. ഞാൻ എന്തായാലും ഇതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ സെഡ് യൂസ് ചെയ്തിട്ട് മാക്സിമം ഗ്യാപ്പ് വരുത്തിയ ശേഷം ഈ സൂമിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് കറക്റ്റ് ആ പൊസിഷനിൽ വെക്കുക ഫ്രെയിമിൻ്റെ ഉള്ളിൽ. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാം പക്കയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കളർ ഗ്രേഡിയൻ്റ് ആക്കിയില്ലേ, അത് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോവുക. എന്നിട്ട് ആഡ് എഫക്റ്റ് പോവുക. എന്നിട്ട് അതിൽ ടൈൽസ് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് തന്നെ ആ എഫക്റ്റ് അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ മിറർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇല്ലേ, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. അതിനുശേഷം ആ പ്ലസ് ഐക്കൺ കൊടുക്കുക. പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് അവിടെ ഒബ്ജക്റ്റ് ആൻഡ് എലിമെൻറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിൽ ക്യാമറ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ഇങ്ങനെയാവും. അപ്പോൾ അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സൈഡിലൊരു ബോക്സിൽ 4 സൈഡ് ഓരോ കോർണർ പോലെ കൊടുത്തില്ലേ, അത് ടച്ച് ചെയ്യുക. അതിൽ ക്യാമറ ഓഫ് ആയി കിടക്കണം, അത് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ പഴയ പോലെ ആയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഒന്ന് ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന്, പിന്നെ എവിടെയാണ് മാവേലി വന്ന് നിൽക്കേണ്ടത് അവിടെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെറ്റ് വാല്യൂ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് മൈനസ് കൂട്ടി കൊടുക്കുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാം മാവേലി നമ്മുടെ തിരിച്ച് നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അത് ഇനി കറക്റ്റായിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മാവേലിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ. എന്നിട്ട് വീണ്ടും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് സെഡിൻ്റെ വാല്യൂ നമുക്ക് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കും, മൈനസിൻ്റെ വാല്യൂ കൂട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സൈഡിലേക്ക് വലിക്കാം. ഓക്കെ, ഈ ഒരു ഫ്രെയിമിൽ ഓക്കെയാണ്. ഇനി നമ്മുടെ അനിമേഷൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ വരിക. എന്നിട്ട് നിങ്ങൾക്ക് മാവേലിൻ്റെ പൊസിഷനും കാര്യങ്ങളും എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ക്യാമറൻ്റെ ഓപ്ഷനിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഈ കൂട്ടവും കുറയ്ക്കും സൈഡിലും മുകളിലേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇത് കറക്റ്റ് പൊസിഷനിലും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം മാവേലിൻ്റെ ഇൻ അനിമേഷൻ റെഡി ആയിരിക്കുകയാണ്. ഈ ക്യാമറൻ്റെ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ അത് നമ്മുടെ നോർമൽ ക്യാമറ പോലെയാണ്. ഇപ്പോൾ നമ്മൾ 4 ആളിനെ ഓരോ ഭാഗത്ത് നിർത്തിയിട്ട് നമ്മുടെ ഈ ക്യാമറ യൂസ് ചെയ്തിട്ട് ഓരോരുത്തരെ കവർ ചെയ്തിട്ട് വരില്ലേ, ആ ജോലി തന്നെ ഈ ക്യാമറ ഓപ്ഷനും ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഈ നമ്മുടെ ഓണം 2025 അത് സൈഡിലേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാവേലി വേണ്ടൊരു ടെക്സ്റ്റ് കൊടുക്കും. ആ ടെക്സ്റ്റ് ഇതിൻ്റെ ഒപ്പം വൈപ്പായിട്ട് വരണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൽ മാവേലി എന്നുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യും. നമുക്ക് ആ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് ഐക്കൺ കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ മാവേലി എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് ടെക്സ്റ്റ് വേണ്ടത് നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ ഓണം 2025 നമ്മൾ ടെക്സ്റ്റ് കൊടുത്തില്ലേ, അതിൻ്റെ അതേ അളവിനായിരിക്കും ഈ മാവേലിൽ നിന്നുള്ള സിംഗിൾ ടെക്സ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരേണ്ടത്. അത് നിങ്ങൾ സൈസ് ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റാക്കുക. അതിൻ്റെ നമ്മൾ ഓണം 2025 എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കൊടുത്തില്ല, അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ ഈ മാവേലിൽ നിന്നുള്ള ടെക്സ്റ്റും കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുക. ഇതിലെത്ര കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ബേസിക്സ് മാത്രമേ ഉള്ളൂ. അത് മാത്രം നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പക്കയാവും. ഇനി ഇതിൻ്റെ കളറൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിന് നമുക്ക് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം നമുക്ക് ഇതിൻ്റെ കളറൊന്നും മാറ്റാം. ഈ ബ്ലാക്കിൻ്റെ അവിടെ ഓറഞ്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഫുൾ കളറാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടില്ലേ കളർ ചേഞ്ച് വന്നില്ല. ഇനി വൈറ്റിൻ്റെ അവിടെ നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ ഇതേപോലെ ഫുൾ കളറാക്കി കൊടുക്കാം. ഈ 2 കളറും കൊടുത്ത ശേഷം നമുക്ക് ഈ ഗ്രേഡിയൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലൈനിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, ലോങ് പ്രസ് കൊടുത്തിട്ട്.
ഓക്കെ, ഇവിടെയൊക്കെ ആകുമ്പോൾ ഓക്കെ. ഇത് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബോർഡർ ആൻഡ് ഷാഡോൻ്റെ ഉള്ളിൽ പോവുക. ഉള്ളിൽ പോയിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോ എനേബിൾ ചെയ്ത ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുക, ആൽഫ കുറച്ച് കൊടുക്കുക. ഞാനിവിടെ സൈസ് ഒരു 50-60 റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്, ആൽഫ ഒരു 70-80 എന്നുള്ള റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊസിഷൻ നിങ്ങൾ 0 ആക്കി കൊടുക്കുക. താഴെ കണ്ണില്ലേ ഓപ്ഷൻ, അത് 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. ഇനി അടുത്തായിട്ട് ഇത് അനിമേറ്റ് ചെയ്യണം നമുക്ക്, ഈ മാവേലിൽ നിന്നുള്ളത്. ഇതിൻ്റെ അനിമേഷൻ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊന്ന് വൈപ്പായിട്ട് വരുന്ന ഒരു ഓണം 2025 സൈഡിലേക്ക് പോകുമ്പോൾ ഇത് വൈപ്പായിട്ട് വരുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് 2025 ഓണം എന്നുള്ളത് ഗ്രൂപ്പായി കൊടുക്കാം. അപ്പോൾ 2 ലോങ് പ്രസ് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓണം 2025 എന്നുള്ള ടെക്സ്റ്റാണ് അനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എവിടെയാണോ മാവേലിൽ നിന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഓണം 2025 എന്നുള്ളത് എവിടെയാണോ സൈഡിലേക്ക് പോയിട്ട് നിൽക്കേണ്ടത് അവിടെ രണ്ടാമത്തെ കീ ഫ്രെയിം കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം കൊടുത്ത ശേഷം ഈ ഓണം 2025 എന്നുള്ളത് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അതിനുവേണ്ടി മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ സൈസും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണം 2025 എന്നുള്ള ടെക്സ്റ്റിൻ്റെ അനിമേഷൻ കിട്ടിയിരിക്കണം. ഇനി അടുത്ത മാവേലിൽ നിന്നുള്ള ടെക്സ്റ്റിൻ്റെ അനിമേഷനാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി മാവേലിൽ നിന്നുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പൊസിഷനും സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. എല്ലാം പക്കയാണെങ്കിൽ നേരെ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ ആഡ് എഫക്ട്സ് പറഞ്ഞിട്ടുണ്ട്, അതും കൊടുക്കുക. എന്നിട്ട് വൈപ്പ് എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. അത് ആഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് പറഞ്ഞ ഓപ്ഷനിലായിരുന്നു നമ്മൾ നേരത്തെ അനിമേറ്റ് ചെയ്ത്. ഇപ്പോൾ എൻഡ് പറഞ്ഞുള്ള ഓപ്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഫസ്റ്റിലും ലാസ്റ്റിലും ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എൻഡിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. അത് ഫുള്ളായി 0 ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് എപ്പോഴാണോ ആ വൈപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്തതിന് അവിടെ ഫെദർ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 5-6 റേഞ്ചിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളുടെ അനിമേഷൻ ഇങ്ങനെയായിരിക്കും കാണുക. അപ്പോൾ ഇനി അത് കറക്റ്റാക്കാൻ വേണ്ടി നമ്മൾ ഓണം 2025 എന്നുള്ള ടെക്സ്റ്റിൻ്റെ ഗ്രൂപ്പില്ലേ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കീ ഫ്രെയിം കുറച്ച് നീട്ടി വെക്കുക. ഒരു 2-3 ഫ്രെയിമിൻ്റെ അപ്പുറത്തുകൊണ്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ടും ചെറിയ ഗ്യാപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാവേലിൽ നിന്ന് ടെക്സ്റ്റ് ഇല്ലേ അതൊരു 2-3 ഫ്രെയിമിൻ്റെ അപ്പുറത്ത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഓണം 2025 എന്നുള്ളതിൻ്റെ കീ ഫ്രെയിം കുറച്ചുകൂടെ നീട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അനിമേഷൻ കാണുക. അങ്ങനെ നമ്മുടെ മാവേലിൽ നിന്നുള്ള ടെക്സ്റ്റിൻ്റെ അനിമേഷനും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ മാവേലി ഈസ് ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ് ബാക്കിൻ്റെ അനിമേഷനും കൂടി നമ്മൾ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് മാവേലിൻ്റെ ആ ടെക്സ്റ്റിൻ്റെയും ഡ്യൂറേഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി ആ ഈസ് ബാക്ക് എന്നുള്ള ടെക്സ്റ്റിൻ്റെ അനിമേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് മാവേലിൽ താഴേക്ക് പോകുന്ന ഒരു അനിമേഷൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി ക്യാമറ പോലത്തെ വേറൊരു ടൂളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് നൾ ടൂള്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് ആൻഡ് എലിമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് കൊടുക്കുക. ഇനി എന്താ അടുത്ത നോക്കേണ്ടതെന്ന് അറിയോ, ഈ മാവേൽ താഴേക്ക് പോകണില്ലേ അത് എവിടെ വെച്ചാണ് അവസാനിക്കേണ്ടത് നമ്മൾ നോക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് നിങ്ങൾ ഏത് സെക്കൻഡിലാണോ അത് നിൽക്കേണ്ടത് അവിടെ നിങ്ങൾ റെഡ് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി മാവേലിൻ്റെ ഇമേജും നൾ ടൂളും തമ്മിൽ മെർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാവേലിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ ഈ ഡിലീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യുക. അതിൽ നൾ വൺ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ മാവേലിൻ്റെ ഇമേജും നൾ ടൂളുമായിട്ട് മെർജ് ആയിട്ടുണ്ട്. നള്ളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞ കാരണം ഇപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ഈ നള്ളിൻ്റെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ രണ്ടാമത്തെ കീ ഫ്രെയിമിന് സെറ്റ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്യില്ലേ അവിടെ കീ ഫ്രെയിം വെച്ച ശേഷം അത് താഴേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടുവരാം മാവേലിൻ്റെ ഇമേജ്. അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ മാവേലി മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അനിമേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഈ അനിമേഷൻ ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടി അതിലേക്ക് ഗ്രാഫ് ആഡ് ചെയ്യുക. നിങ്ങൾ ഓരോ ഗ്രാഫ് ആഡ് ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴാണോ ആ സ്മൂത്ത് ആയിട്ട് വരുന്നത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. അപ്പോൾ ഇത് കുറച്ച് സ്മൂത്ത് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രാഫ് ഒന്ന് ഇങ്ങോട്ട് നീട്ടി വയ്ക്കാം. ഗ്രാഫ് ആഡ് ചെയ്ത ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അങ്ങനെ മാവേലിൻ്റെ അനിമേഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാവേലി ഈസ് ബാക്ക് ഇല്ല, അപ്പോൾ ഈസ് ബാക്കിൻ്റെ അനിമേഷനും കൂടെ ശരിയാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈസ് ബാക്ക് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ ഈസ് ബാക്ക് വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാവേലി ടെക്സ്റ്റിൽ യൂസ് ചെയ്ത് അതേ ഫോണ്ട് തന്നെ ഇതിലും യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാവിൻ്റെ അത്രയ്ക്ക് നിങ്ങൾ അത്രയ്ക്ക് വലുതാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെക്കാട്ടി ചെറിയ പൊടിക്കൊന്ന് കുറച്ച് കൊടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ ടെക്സ്റ്റ് ഓരോ രീതിക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് ശരിയാക്കിയ ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേഡിയൻറ്റിൽ പോവുക. ഫസ്റ്റിൽ കളർ ഫുൾ ഓറഞ്ചും സെക്കൻഡിൽ കളർ ഫുൾ യെല്ലോയും ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആ ഗ്രേഡിയൻറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കുക.
അതിൽ നിന്ന് ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഇതിൽ ഷേഡോ ആഡ് ചെയ്യാം. അതിന് ബോർഡർ ആൻഡ് ഷേഡോയിൽ പോവുക, ഷേഡോയിൽ പോവുക, എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈസ് കൂട്ടി കൊടുക്കുക, ആൽഫ കുറച്ച് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിന് കാണാൻ എങ്ങനെ ഭംഗിയുണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ ബാക്കിനുള്ള ടെക്സ്റ്റ് കുറച്ച് താഴേക്ക് കൊണ്ടുവയ്ക്കുക. മാവേലിൻ്റെ ഫുള്ളായിട്ട് വെക്കേണ്ട, കുറച്ചൊന്ന് ബാലൻസ് മാവേലിൻ്റെ മേലെ ഉള്ള പോലെ തന്നെ വെക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി മുകളിലേക്ക് പോകണ അനിമേഷൻ കൂടി ഉണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഓണം 2025 അനിമേഷൻ ഒന്ന് നോക്കാം. ഇതുണ്ട് 2025 വരുമ്പോൾ ആ ഓണം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകുന്നത് കണ്ടില്ലേ. ഇത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിൽ എഡിറ്റ് ഗ്രൂപ്പ് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം 2025 സെലക്ട് ചെയ്യുക. 2025 എഫക്റ്റ് വേണ്ടിട്ട് പോവുക. എഫക്റ്റിൻ്റെ അവിടെ 3 ഡോട്ട് കണ്ടില്ലേ, അത് കൊടുക്കുക. അതിൽ കോപ്പി എഫക്ട്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ എഫക്റ്റ് കോപ്പി ആയിട്ട് നേരെ ബാക്ക് അടിക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഈസ് ബാക്ക് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിൻ്റെ അവിടെ പോവുക, അവിടെ എഫക്റ്റിൽ പോവുക. എന്നിട്ട് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത പേസ്റ്റ് എഫക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ എഫക്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇതിൽ ഇനി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ഒരു പൈപ്പിൻ്റെ എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ 2 കീ ഫ്രെയിം അടുത്തടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ ഈസ് ബാക്കിൻ്റെ അനിമേഷൻ എവിടെയാണോ അവസാനിക്കേണ്ടത് അവിടെ കൊണ്ട് ലാസ്റ്റിലെ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അങ്ങനെ ഇതിലേക്കുള്ള അനിമേഷൻ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഈസ് ബാക്കിൻ്റെ ഈ ടെക്സ്റ്റ് ഇല്ലേ, അത് നമ്മൾ മാവേലിൻ്റെ ബാക്കിൽ കൊണ്ടുവയ്ക്കുക. അതിനുവേണ്ടി നിങ്ങൾ സൈഡിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്ത് തന്നെ വരുന്നതാണ്. അത് ചെയ്തതിന് ശേഷം മാവേലിൻ്റെ അനിമേഷൻ നമുക്ക് റെഡിയാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പാക്കിൻ്റെ അനിമേഷന് 2 പോയിന്റ് ഉണ്ടല്ലോ, 2 കീ ഫ്രെയിം സെറ്റ് ചെയ്ത് അവിടെ തന്നെയായിട്ട് മാവേലിൻ്റെ ടെക്സ്റ്റിനും 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് എൻഡിങ് കീ ഫ്രെയിം ഇല്ലേ, അവിടെ പോയിട്ട് മാവേലിൻ്റെ പൊസിഷൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കാം. കറക്റ്റ് ഈ സ്പാക്കും ഇതും കൂടി കറക്റ്റ് ഒന്ന് സെൻറ്ററിൽ വരുന്ന പോലെ. ഇനി അഥവാ നിങ്ങളുടെ അനിമേഷനിൽ ഈ മാവേലിൻ്റെയും ഈസ് ബാക്കിൻ്റെയും ചെറിയൊരു ഗ്യാപ്പിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ നേരെ മാവേലിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 സിങ്കായി കിട്ടുന്നതാണ്. അങ്ങനെ ഇതും കൂടി കഴിഞ്ഞതോടെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ വീഡിയോ കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ ഇതിൽ കുറച്ച് സൗണ്ട് എഫക്റ്റും കൂടി ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നന്നായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്യാപ് കട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂലി മൂവിയിലെ ഒരു സോങ്ങും പിന്നെ കുറച്ച് സൗണ്ട് എഫക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോങ്ങിന് കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ട് ഓഡിയോ എഫക്റ്റ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഹലോ, ഓഡിയോ എഫക്റ്റും കൂടിയിട്ട് ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.